ഈ ധന അഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഒരു പുതിയ കേന്ദ്ര ഗവൺമെൻറ് അധികാരത്തിൽ വന്നിരിക്കുന്നു. വലിയ തിരിച്ചടിയാണ് സംഘപരിവാറിനും BJPക്കും ഇന്ത്യൻ ജനം നൽകിയത്. നോട്ട് നിരോധനം പോലുള്ള മണ്ടത്തരങ്ങളിലൂടെ ഈ രാജ്യത്തിൻ്റെ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ മേഖലയെ ആകെ തകർത്ത BJP ജനം ഇത്തവണ ശിക്ഷിച്ചു. 400 സീറ്റ് എന്ന ലക്ഷ്യം അവർക്ക് നേടാനായില്ല. കേവലം 10 വർഷം കൊണ്ട് രാജ്യത്തിൻ്റെ പൊതുകടം 200% വർദ്ധിച്ച ദുർഭരണമായിരുന്നു BJP നടത്തിയത്. അദ്വാനിക്കും അംബാനിക്കും വേണ്ടി മാത്രം ഭരണം നടത്തിയ മോദിയെ ജനം കൈവിട്ടു. സ്വന്തം മണ്ഡലത്തിൽ മോദിയുടെ ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞു. വർഗീയത പറഞ്ഞ് ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കാനും എന്ന സംഘപരിവാർ മാത്രം തന്ത്രം ജനങ്ങൾ പൊളിച്ചു കളഞ്ഞു. ഈ മതേതര ഗവൺമെൻറ് ഇന്ത്യയിൽ ഭരണത്തിൽ വരണം എന്ന ആഗ്രഹമാണ് ജനങ്ങൾ പ്രകടിപ്പിച്ചത്. കാര്യങ്ങളെ ഈ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിന് പകരം ഇടതു ജനാധിപത്യത്തിനെതിരായ ജനവിധി എന്ന് പ്രചരിപ്പിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് ശ്രമിക്കുന്നത്. 2026 തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടി വീണ്ടും LDF കേരളത്തിൽ അധികാരത്തിൽ വരും എന്നുറപ്പാണ്. കാരണം മോദി കോർപ്പറേറ്റുകളെ വഴിവിട്ട് സഹായിക്കുവാൻ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ചെറുകിട വ്യവസായങ്ങളെ അടക്കം പ്രോത്സാഹിപ്പിക്കുകയാണ്. സാധാരണക്കാരെ സംരംഭകരാക്കുവാൻ സഹായിച്ച ഗവൺമെൻറ്റാണ് ഇത്. ഇന്ന് കേരളത്തിൽ ഏകജാലക സംവിധാനം വഴി ഏതാനും നിമിഷങ്ങൾ കൊണ്ട് വ്യവസായം തുടങ്ങുവാൻ വേണ്ട അനുമതി നേടിയെടുക്കുവാൻ സാധിക്കും. ഈ രംഗത്തെ കാലഹരണപ്പെട്ട നിയമങ്ങൾ സർക്കാർ പൊളിച്ചെഴുതി അനുമതികൾക്കായി വർഷങ്ങൾ കയറിയിറങ്ങേണ്ട അവസ്ഥ ഇന്ന് കേരളത്തിലില്ല. കേരളത്തിൻ്റെ വ്യവസായ സൗഹൃദ റാങ്ക് 28 നിന്നും 15 മാറിയത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. സമരക്കാരുടെ പരാതി പരിഹരിക്കുവാനും പൂർത്തിവയ്ക്കുവാനുമുള്ള ഒരു ഉദ്യോഗസ്ഥന്മാർക്ക് ഇന്ന് കേരളത്തിൽ കഴിയില്ല. അങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ പിഴ ശിക്ഷ ഉണ്ടാകുമെന്ന വിധം നിയമം കർശനമാക്കിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ചെറുകിട വാണിജ്യ മേഖലയിൽ പ്രത്യേക ശ്രദ്ധ ഈ സർക്കാർ നൽകി വരുന്നുണ്ട്. അതിനായി ഒരു പ്രത്യേക വാണിജ്യ വിഭാഗം തന്നെ രൂപീകരിക്കുവാൻ സർക്കാർ തയ്യാറായത് അഭിനന്ദനമാണ്. സാർ, വിദ്യാർത്ഥികളും യുവാക്കളും സാമ്പത്തികമായി സുരക്ഷിതം നേടുന്നതിന് വയോജനങ്ങളുടെ സുരക്ഷ കൂടി ഉറപ്പുവരുത്തുന്നതും അതിന് സ്വാഭാവികമാണ്. നമ്മുടെ നാട്ടിൽ നല്ല ഉറച്ച കുടുംബ ബന്ധമാണ് പൊതുവെ ഉള്ളത്. ഈ പ്രത്യേകതയെങ്കിലും മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുവാൻ നമ്മൾ പ്രത്യേകം ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. വയോമിത്രം പദ്ധതിക്കായി 27 കോടിയധികം രൂപയാണ് ഈ ബഡ്ജറ്റിൽ വിലയിരുത്തിയത്. വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണവും മാനസിക ഉല്ലാസവും ഉറപ്പുവരുത്തുവാനുള്ള പദ്ധതിയാണ് ഇത്. വയോജനങ്ങൾ സംരക്ഷിക്കുക എന്നത് സംസ്കാര സമ്പന്നരായ ജനതയുടെ സ്വഭാവമാണ്. കേരളം അതിൽ ഒരു മാതൃകയാണ്. വൃദ്ധരെ മാത്രമല്ല, സഹായം ആവശ്യമുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും ഈ സർക്കാർ ചേർത്ത് പിടിക്കുന്നുണ്ട്. സംസ്ഥാന ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കാനുള്ള പദ്ധതിയാണ് അനുയാത്ര പദ്ധതി. അതിനായി 20 കോടി രൂപ മാറ്റിവെക്കുകയും പദ്ധതികൾ ആവിഷ്കരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നതിനും പെൻഷൻ നൽകുന്നതിനുമായ അസ്വസ്ഥീകരണം പദ്ധതിയും ഏറെ മാതൃകപരമാണ്. മാതാപിതാക്കളാൽ നഷ്ടപ്പെട്ട കുട്ടികളുടെ സംരക്ഷിക്കാനുള്ള സ്നേഹപൂർവം എന്ന പദ്ധതിയും നമ്മുടെ നികുതി വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ ചെറുകിട വാണിജ്യ രംഗത്തെ ശക്തിപ്പെടുത്തണം. അതിനുവേണ്ടി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് സർക്കാർ നടപ്പാക്കേണ്ടതാണ്. നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ വലിയ നേട്ടം കൈവരിക്കുവാൻ ഈ സർക്കാരിന് സാധിച്ചു. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വലിയ പ്രോത്സാഹനമാണ് ഈ സർക്കാർ നൽകുന്നത്. മാത്രമല്ല, വിദ്യാഭ്യാസത്തിനൊപ്പം തൊഴിൽ പരിശീലനത്തിനും സർക്കാർ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ്. 4 വർഷ ബിരുദം സമ്പ്രദായം നിലവിൽ വരുന്നതോടെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനോടൊപ്പം അവരുടെ കരിയറും ഉയർത്താനുള്ള സാഹചര്യം ഉണ്ടാകും. ക്യാമ്പസുകളിൽ വ്യവസായ പാർക്കുകൾ തുടങ്ങാനുള്ള പദ്ധതിയും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. ഈ പദ്ധതിയെ സാമ്പത്തിക വർഷം തന്നെ 25 ക്യാമ്പസുകൾ 25 വ്യവസായ പാർക്കുകൾ ആരംഭിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ വ്യവസായ മേഖലയെ വിദ്യാഭ്യാസ രംഗത്തും വലിയ കൊണ്ടുവരുവാൻ ഈ നടപടിയിലൂടെ സാധിക്കും. പഠനത്തിനോടൊപ്പം വരുമാനം ആഗ്രഹിക്കുന്ന ഒരു തലമുറയ്ക്ക് കേരളത്തിൽ തന്നെ അതിനുള്ള അവസരം നമ്മൾ ഒരുക്കുകയാണ്. ഇതിലൂടെ രാജ്യത്തെ ആകെ മാതൃകയാകാൻ നമ്മുടെ നാടിന് സാധിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കുമ്പോൾ കേരള സർക്കാർ ഇത്തരം സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. വ്യവസായ രംഗത്ത് മാതൃക സൃഷ്ടിക്കുകയാണ് ഈ സർക്കാരിൻ്റെ ധന്യാപദ്ധതിയെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്യ മണ്ഡലത്തിൽ ഒരുപാട് വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയാനുണ്ട്.
എങ്കിൽ പോലും സമയക്കുറവുള്ളത് പറയാൻ കഴിയുന്നില്ല. എന്തായാലും നമ്മുടെ ഈ ധന്യാപതി വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പിന്തുണ നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.